തോരൻ വെക്കുന്നതിന് നോക്കാം. അപ്പോൾ നമുക്ക് നോക്കിയിരിക്കും വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണ്. ഞാനിവിടെ 1 കിലോ മുരിങ്ങക്കായ എടുത്തിട്ടുണ്ട്. അത് ഞാൻ ഇതേപോലെ കുറച്ച് വലിയ പീസായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. ഇതൊന്നും അല്ലെങ്കിൽ ഇതേപോലെ നമുക്ക് ഒറ്റ പീസായിട്ട് തോരൻ വയ്ക്കാം. അല്ലെങ്കിൽ ഇതിനെ നമുക്ക് 2 കഷ്ണമാക്കിയിട്ടും തോരൻ വയ്ക്കാം. അത് നമ്മുടെ ഇഷ്ടം പോലെ നമുക്ക് കട്ട് ചെയ്യാം. പിന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ടത് സവോളയാണ്. ഞാനിവിടെ ഒരു ചെറിയ സവോള ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. സവോളയ്ക്ക് പകരം ചുവന്നുള്ളി ഉണ്ടെങ്കിൽ ചുവന്നുള്ളി എടുക്കുക. ഒരു 4 വലിയ ചുള ചുവന്നുള്ളി എടുക്കുക. പിന്നെ ഈ തോരനിലേക്ക് നമുക്ക് വേണ്ടത് ഇഞ്ചിയാണ്. ഇഞ്ചി വളരെ കുറച്ച് മതി. ഞാൻ ഇവിടെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചതച്ചെടുത്തിട്ടുണ്ട്. പിന്നെ വെളുത്തുള്ളി ചതച്ചെടുത്തത്, അത് ഞാനിവിടെ 4 ചുള വെളുത്തുള്ളി ചതച്ചെടുത്തിട്ടുണ്ട്. പിന്നെ പച്ചമുളക്, അത് നമ്മുടെ എരിവിനനുസരിച്ച് നമുക്ക് ചേർക്കാം. പിന്നെ ഈ കറിയിലേക്ക് നമുക്ക് മഞ്ഞൾപ്പൊടി വേണം. ഞാൻ ഇവിടെ ഒരു 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ മുളക് പൊടി, അത് നമ്മുടെ എരിവിനനുസരിച്ച് നമുക്ക് ചേർക്കാം. പിന്നെ ഈ കറിയിലേക്ക് നമുക്ക് ജീരകം വേണം. ജീരകവും വേണം, തേങ്ങയും വേണം. ഞാൻ ഇവിടെ ഒരു 1/4 ടേബിൾ സ്പൂൺ ജീരകം എടുത്തിട്ടുണ്ട്. 2 പിടി തേങ്ങ എടുത്തിട്ടുണ്ട്. ഈ തേങ്ങയും ജീരകവും കൂടിയിട്ട് ഒന്ന് ഒതുക്കിയെടുക്കണം. ഒതുക്കിയെടുക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നല്ലെങ്കിൽ നമ്മൾ ഗ്രൈൻഡറിൽ ഇട്ടിട്ട് വെള്ളം ചേർക്കാണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് കറക്കിയെടുക്കുക. അല്ലെങ്കിൽ നമ്മൾ അമ്മിക്കല്ലുമ്പ് വെച്ചിട്ട് തേങ്ങയും ജീരകവും കൂടിയിട്ട് ഒന്ന് ഒതുക്കിയെടുക്കണം. പിന്നെ കറിയിലേക്ക് നമുക്ക് താളിച്ച് ചേർക്കാൻ വേണ്ടിയിട്ട് 1/2 ടേബിൾ സ്പൂൺ കടുക് എടുത്തിട്ടുണ്ട്. 1 ടേബിൾ സ്പൂൺ ഉഴുന്നുപരിപ്പ് എടുത്തിട്ടുണ്ട്. പിന്നെ കറിവേപ്പില, ഉണക്കമുളക്. ഉണക്കമുളക് നമ്മൾ സാധാരണ ഉണക്കമുളക് ആണെങ്കിൽ ഒരു മുളക് 2 കഷ്ണമായിട്ട് കട്ട് ചെയ്തിടാം. ഞാനിവിടെ ഈ മുളക് കുറച്ച് വലിയ ഉണക്കമുളക് ആയതുകൊണ്ടാണ് ഞാൻ ഇതേപോലെ കുറച്ച് ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് സവോളയും ഇഞ്ചിയും പച്ചമുളകും കറിവേപ്പിലയും ഇട്ടിട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഈ സവോളയൊക്കെ ഒന്ന് വഴന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് മഞ്ഞൾപ്പൊടി ചേർക്കാം. മഞ്ഞൾപ്പൊടി എണ്ണയിൽ കിടന്ന് നന്നായിട്ട് മുരിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ പച്ചക്കുത്തൊക്കെ പോയിട്ടുണ്ട്. മുളക് പൊടി ചേർക്കാം. എണ്ണയിൽ കിടന്ന് മുരിഞ്ഞിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് മുരിങ്ങക്കായ നന്നായിട്ട് കുറച്ച് വയ്ക്കാം. ഇനി നമുക്ക് മുരിങ്ങക്കായ വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെള്ളം ചേർക്കാം. ചേർക്കുമ്പോൾ ആ മുരിങ്ങക്കായ ഒരുപാട് വെള്ളം ചേർത്തിട്ട് വേവിക്കണ്ട. നമുക്ക് കുറച്ച് വെള്ളം ചേർത്തിട്ട് മൂടി വെച്ചിട്ട് ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേവിച്ചെടുക്കാം. അങ്ങനെ നമ്മൾ മുരിങ്ങക്കായ വേവിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ മുരിങ്ങക്കായ്ക്ക് നല്ല പച്ചക്കളർ ഉണ്ടാവുകയും ചെയ്യും. മുരിങ്ങക്കായ ഒരുപാട് വെന്തും പോവില്ല. മുരിങ്ങക്കായ നമ്മൾ ഒരുപാട് വെള്ളം ഒഴിച്ച് നമ്മൾ വേവിച്ചത് മഞ്ഞ മുരിങ്ങക്കായ. അപ്പോൾ നമുക്ക് ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ചേർക്കാം. നമുക്ക് ഈ മുരിങ്ങക്കായയുടെ പകുതി വെള്ളം ചേർത്താൽ മതി. ഇതിലേക്ക് നമുക്ക് വെള്ളം ചേർക്കാം. ഞാൻ ഇതിലേക്ക് ഒരു 1/2 ഗ്ലാസ് വെള്ളം ചേർത്തിട്ടുണ്ട്. നമുക്ക് തീ നന്നായിട്ടൊന്ന് കൂട്ടി വയ്ക്കാം. ഞാൻ ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഇതെല്ലാം കൂടിയിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്കൊരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് മൂടി വെച്ചിട്ട് ഏറ്റാൻ തന്നെ നമുക്ക് ഈ മുരിങ്ങക്കായ ഒരു 3/4 ഭാഗം വേവിച്ചെടുക്കണം. മുരിങ്ങക്കായ ഒരു 3/4 ഭാഗം വെന്ത് കഴിഞ്ഞിട്ട് വേണം ഇതിലേക്ക് നമ്മൾ ഒതുക്കി വെച്ചേക്കണം തേങ്ങ ചേർക്കാൻ വേണ്ടിയിട്ട്. നമുക്കൊന്ന് മൂടി വയ്ക്കാം. ഈ മുരിങ്ങക്കായ വേവുമ്പോഴേക്കും തേങ്ങ നമുക്കൊന്ന് ഒതുക്കിയിട്ടാണെങ്കിൽ നമുക്ക് തേങ്ങ ചേർക്കാം. ജീരകം ചേർക്കാം. ഇത് നല്ല ജീരകമാണ് ചേർക്കുന്നത്. ഇതിലേക്ക് നമുക്ക് വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. അത് നമുക്ക് മിക്സിയിലിട്ടിട്ട് പതുക്കെ ഒന്ന് കറക്കിയെടുക്കാം. മുരിങ്ങക്കായ നമുക്കൊന്ന് ഇളക്കിയിട്ട് കൊടുക്കാം. ഇത് നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. നമുക്ക് മൂടി വയ്ക്കാം. അപ്പോൾ മുരിങ്ങക്കായ ഒരു 3/4 ഭാഗം വേവായിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ഒതുക്കി വെച്ചേക്കണം തേങ്ങ ചേർക്കാം. ഇതെല്ലാം കൂടിയിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്ക് മൂടി വെച്ചിട്ട് മുരിങ്ങക്കായ നമുക്ക് വേവിക്കാം. തീ നന്നായിട്ട് കുറച്ച് വയ്ക്കാം. അപ്പോൾ നമുക്കിത് മൂടി വയ്ക്കാം. കാരണം നമ്മൾ തേങ്ങ ഇടാൻ പോണതിന് മുമ്പ് മുരിങ്ങക്കായ 3/4 ഭാഗം മാത്രമേ വെന്തിട്ടുണ്ടായിരുന്നുള്ളൂ. ഇനി നമുക്കിത് ഫുള്ളായിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഈ കറിയിലേക്ക് നമുക്ക് താളിച്ച് ചേർക്കാം. നമുക്ക് നീക്കി വയ്ക്കാം. കറിയിലേക്ക് താളിച്ച് ചേർക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഏറ്റാൻ തന്നെ നമുക്ക് കടുക് ഇട്ടിട്ട് പൊട്ടിക്കാം. അപ്പോൾ കടുക് നന്നായിട്ട് പൊട്ടിയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഉഴുന്ന് ചേർക്കാം. ഇന്നൊരു ഗോൾഡൻ കളറായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കറിവേപ്പിലയും ഉണക്കമുളകും ചേർക്കാം. കറിവേപ്പില ചേർക്കാം. നമുക്ക് നമ്മുടെ മുരിങ്ങക്കായ തോരനിലേക്ക് ചേർക്കാം. നമ്മുടെ മുരിങ്ങക്കായ തോരൻ റെഡി ആയിട്ടുണ്ട്.